അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഫളിൽ ബൽഖി റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ ഒരു ചെറിയൊരു ഉപദേശമാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, സിത്തു ഹിസാലിൻ യുറഫ് ബിഹ അൽ ജാഹിലു, വിഡ്ഢികളുടെ സ്വഭാവം 6 എന്ന രീതിയിൽ ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 6 സ്വഭാവം നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്നത് അത് വിവരമില്ലാത്തവരുടെ സ്വഭാവമാണെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ ഒന്ന് അൽ ഗളബു മിൻ ഗൈരി ഷൈഇൻ, ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുക എന്നുള്ളത്. ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടുക എന്നുള്ളത് അത് മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ്. പക്ഷെ ചിലരുണ്ട്, ഏത് സമയത്ത് എന്തിനാണ് ദേഷ്യപ്പെട്ടതെന്ന് അയാളെ കണ്ട ആൾക്കും അത് അയാൾക്ക് തന്നെ അറിയില്ല. എല്ലാ സമയത്തും ഇങ്ങനെ കുടുംബത്തിനോടും ഭാര്യമക്കളോട് മറ്റുള്ളവരോട് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നൊരു സ്വഭാവമുണ്ട്. അത് നല്ലൊരു സ്വഭാവമല്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി പറയുന്നു വൽ കനാമു ഫി ഗൈരി നഫ്ഇൻ, സംസാരം. അല്ലാഹു നമ്മൾക്ക് നൽകിയ വലിയൊരു നിയമത്താണ് സംസാരമെന്നുള്ളത്. എന്തൊരു തൗഫീഖാണ്, എന്തൊരു നിയമത്താണ്. നമ്മുടെ നാക്കിലൂടെ നാം ചിന്തിച്ച വാക്കുകളൊക്കെ നല്ല സ്ഫുടമായി ഏതൊരാളോട് മനസ്സിനാകുന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ഇങ്ങനെയൊരു നിയമത്ത് വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതെ അനാവശ്യമായി സംസാരിക്കുക അത് ശരിയല്ല. ചിന്തിച്ച് ഈ സമയത്ത് ഞാൻ ഇവിടെ സംസാരിക്കേണ്ടതുണ്ടോ, എൻ്റെ ഈ സംസാരത്തിനിക്ക് വിലയുണ്ടോ എന്ന് ചിന്തിച്ച് സംസാരിക്കുന്നവനാണ് ബുദ്ധിമാൻ. അല്ലാത്തവൻ ജാഹിലാണ്, വിവരമില്ലാത്തവനാണ് എന്ന് ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി പറയുന്നു അജിയത്തു ഫി ഗൈരി മൗദിഹ, കൊടുതി, സ്വതക്ക, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഇതൊക്കെയും അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹുവിന് പൊരുത്തപ്പെടുന്ന, അള്ളാഹുവിന് ഇഷ്ടമാകുന്ന രീതിയിലാകണം. അല്ലാതെ എന്തൊക്കെയോ ഏതെല്ലാം രീതിയിലുള്ള കൊടുതി, പലപ്പോൾ നമ്മുടെ കൊടുതി അങ്ങനെ ആയിപ്പോകുന്നുണ്ട്. അതും ഒരു നല്ല കാര്യമല്ല എന്ന് ബഹുമാനപ്പെട്ടവർ വിവരിക്കുന്നു. മറ്റൊരു കാര്യമാണ് രഹസ്യങ്ങളെ രഹസ്യമാക്കുക. ആരുടേതോ എന്തെങ്കിലും ഒരു രഹസ്യമായ കാര്യം നമ്മൾക്ക് കിട്ടിയാൽ എന്തൊരു സന്തോഷമാണ്. രണ്ടാളിലേക്ക് അത് എത്തിക്കുന്നതിൽ വല്ലാത്ത താല്പര്യമാണ് നമുക്ക്. അങ്ങനെയാണോ നമ്മുടെ സ്വഭാവമാണെങ്കിൽ നമ്മൾ വിവരമില്ലാത്തവരാണ്. നല്ലവരുടെ സ്വഭാവം അതല്ല എന്ന് ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുന്നു. വസിഖത്തു ബികുല്ലി അഹദിൻ, മറ്റൊരു കാര്യമാണ് എല്ലാവരും വിശ്വസിക്കുക എന്നുള്ളത്. എല്ലാവരും വിശ്വസിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എല്ലാവരോടും ഇടപെടുമ്പോൾ അവരെക്കുറിച്ച് മനസ്സിലാക്കി അവരോട് ഇടപെടുമ്പോൾ അവരുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ അവരെങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നോക്കിയിട്ടേ അവരെ നമ്മൾ വിശ്വസിക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ നല്ലവരാണെന്ന് വിശ്വസിച്ച പലവരും നമ്മെ ചതിക്കാനുണ്ട്. അതിനാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, എല്ലാവരും വിശ്വസിക്കാൻ പറ്റുകയില്ല. അവരെക്കുറിച്ച് നല്ല നിലക്ക് പഠിച്ചിട്ടേ അത് നാം വിശ്വസിക്കണമെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. അവസാനമായി ബഹുമാനപ്പെട്ടവർ പറയുന്നു വഅല്ലാ യഅരിഫ സദീഖഹു മിൻ അദുവിഹി, ആരോടും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും വിശ്വസിക്കാത്തൊരവസ്ഥയിലേക്കും പോകരുത്. പലപ്പോഴും പല ആൾക്കാർ നല്ല സ്വഭാവമുള്ളവരാണ്. അവരിങ്ങോട്ട് നമ്മളോട് സഹിക്കുകയായിരിക്കും, നമ്മൾക്ക് നന്മ ഉദ്ദേശിക്കുകയായിരിക്കും. അങ്ങനെ ഇങ്ങോട്ട് നമ്മളോട് ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മളൊക്കെ അവരോട് ഒരു ചീത്തയായ സ്വഭാവം, അവരെൻ്റെ ശത്രുവാണെന്ന രീതിയിൽ പലപ്പോഴും നാം കാണുന്നുണ്ട്. അങ്ങനെയും ആയി പോകരുത്. അതേ ശത്രുവിനെ നാം വിരോധിക്കുന്ന സമയത്ത് നമ്മുടെ ചങ്ങാതിയെ നാം അറിയാത്തൊരവസ്ഥയിലേക്ക് പോകരുത് എന്ന് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുകയാണ്. വളരെ നല്ലൊരു സ്വഭാവം 6 കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവർ നമ്മളോട് പറഞ്ഞു തരികയാണ്. വളരെ ഗൗരവത്തോടു കൂടെ കാണുക, നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.